ഈ വണ്ടിയിൽ കംപ്ലയിൻസ് ചിലവർക്ക് ശരിയാവും ചിലവർക്ക് ശരിയാവില്ല. ആ ഒരു സെറ്റപ്പാണ്. ഇതാണ് നീ പറഞ്ഞ ഓഫ് ആവുന്ന സംഭവം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വണ്ടി ക്ലച്ച് പിടിക്കുമ്പോൾ ഓഫ് ആവുമെന്ന്. ഇതാണ് സംഭവം. അവന്മാർ അടിച്ചു കൊടുത്ത ബില്ല് 6000 രൂപയാണ്. പിന്നെ അവിടെ ചെന്ന് വഴക്കൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് അവന്മാരത് മാറ്റി 2000 രൂപയ്ക്ക് കൊടുത്തു. എഞ്ചിൻ മാളിലേക്ക് കത്തിക്കിടക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അത് ഈ വണ്ടിയിൽ എപ്പോഴും കത്തിക്കിടക്കുന്ന സംഭവമാണ്. എന്ത് ചെയ്താലും മാറുന്നില്ല. പിന്നെ വൈബ്രേഷൻ ഇത് നല്ല കേസ് ഉണ്ട് കേസ്. അതെന്ത് ചെയ്താലും മാറാൻ ചാൻസ് കുറവാണ്. അല്ലെങ്കിൽ സൈക്കിൾ ടയറും പെയിൻറ്റും ഒക്കെ ഉരുട്ടി കിടക്കേണ്ട പയ്യന്മാർക്ക് ബൈക്കൊക്കെ എടുത്ത് കൊടുത്താൽ അവന്മാർ കൊട്ടി കളിച്ചുകൊണ്ട് നടക്കും. എന്നിട്ട് പറ്റുമെങ്കിൽ ഒരു അസ്ഥികടം കൂടെ ഇവിടെ ഇങ്ങനെ വരും. ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക് ടു മീ ചാനൽ. നമ്മൾ കൊണ്ടൊക്കെ വണ്ടി ഹിമാലയൻ 411 കണ്ടോ. ഹിമാലയനൊക്കെ വരച്ച് വെച്ചേക്കുന്നത് ഹിമാലയൻ 411. ഞാൻ ഈ റിവ്യൂ ഇടാൻ നേരത്തെ ചിലവർക്കെങ്കിലും തോന്നും ഇപ്പോൾ 450 ഇറങ്ങി, ഇപ്പോഴാണ് അവിടെ ആ 411 റിവ്യൂ ചെയ്യുന്നതെന്ന്. നമ്മളിതിൻ്റെ സ്പെക്കും കാര്യങ്ങളും ഒന്നുമല്ല പറയാൻ വന്നത്. ഇപ്പോൾ 450 ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും ഇതും തമ്മിലുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. ഞാൻ 450 ആണ് ആദ്യം കമ്പാരിസൺ വീഡിയോ ചെയ്തത്. ഈ വണ്ടി ഇറങ്ങിയ സമയത്ത് എനിക്ക് യൂട്യൂബ് ചാനലൊന്നും ഇല്ലായിരുന്നു. തുടങ്ങാൻ പറ്റി ഞാൻ റിവ്യൂ ചെയ്യാറില്ലാത്തതുകൊണ്ട് അന്ന് എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇന്നിപ്പോൾ 450 ഇറങ്ങിയുകൊണ്ട് അതും ഇതും ചേർത്തുള്ളൊരു കമ്പാരിസൺ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്പെക്കും കാര്യമായിട്ടൊന്നും ഞാൻ പോകില്ല. അപ്പോൾ ഇത് ഹിമാലയൻ 400 എന്ന് പറഞ്ഞാലും 411cc ആണ്, നിങ്ങൾക്ക് എല്ലാം അറിയാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു കൂട്ടുകാരൻ പണ്ടിറങ്ങിയ സമയത്ത് സെക്കൻഡ് ഹാൻഡ് എടുത്തായിരുന്നു 411. അവൻ്റെ വിചാരം ഇത് വെച്ച് 390 അടിക്കാമെന്നൊരു വിചാരമായിരുന്നു. അതുകൊണ്ടാണ് അവൻ ഈ വണ്ടി എടുത്തത്. അത് പിന്നെ അതൊരു RC 390 അടുത്ത് നിന്ന് കയറിയപ്പോൾ ആ കഴപ്പം അവന് മാറിക്കിട്ടി. പിന്നെ അവൻ്റെ ഓണറിനെയൊക്കെ വിളിച്ച് ചോദിച്ചെന്ന് തോന്നുന്നു. അണ്ണാ വണ്ടി കയറുന്നില്ല, ഒരു 390 വണ്ടി അവൻ്റെ 411 തോപ്പിച്ച് കയറി പോയെന്ന്. അപ്പോൾ അങ്ങനെ ഊക്കി വിട്ടെന്ന് തോന്നുന്നു. ഞാൻ ഇപ്പോൾ അവനെ കളിയാക്കിയൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും അന്നവൻ പറഞ്ഞപ്പോൾ അതൊക്കെ ഞാനും വിശ്വസിച്ചായിരുന്നു. കാരണം ഞാനും വിചാരിച്ചത് CC കൂടിയ വണ്ടിക്ക് വേറെ വണ്ടികൾ അടിക്കാമെന്നാണ്. പിന്നെയാണ് മനസ്സിലായത് അതൊക്കെ പോകുന്ന തെറ്റാണ്, നമ്മളെ വിചാരം മാത്രമാണെന്ന്. പിന്നെ അവ എടുത്തത് ഇതിനെക്കാട്ടി BS3 മോഡലായിരുന്നു തോന്നുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം ഒരു വണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനൊരുപാട് പോരായ്മകൾ കാണും. ആ എല്ലാ പോരായ്മകൾക്കും ഇരയായ ഒരു പയ്യനായിരുന്നു അത്. എടുത്ത് പണി ലാസ്റ്റ് അവനെ വിറ്റിട്ട് വേറൊരു ഡ്യൂക്ക് എടുത്തു. പിന്നെ അത് വിറ്റിട്ട് ഇപ്പോൾ ഒരു V4 എടുത്തു. അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പമൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഏതൊരു വണ്ടി ഇറക്കിയാലും ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് പണികൾ കാണും. അടുത്തടുത്ത വെർഷനുകളിൽ അതെല്ലാം പരിഹരിച്ച് വരും. ഇതിപ്പോൾ BS6 ആണ്. പക്ഷേ ഈ BS6-നുള്ളൊരു ഇഷ്യൂ ആണ് കോൺഫെറ്റ് ഇഷ്യൂ. പിന്നെ ഈ ഒരു നിങ്ങൾ ഈ ലഡാക്കൊക്കെ പോകുന്ന ടീംസിൽ കണ്ടു കാണും, ഇതിൻ്റെ ഒരു സ്റ്റിയറിംഗ് മാത്രം എടുത്ത് ഉരുട്ടിക്കൊണ്ടിരിക്കുന്ന ചേസൊക്കെ ഒടിയുന്ന ഇഷ്യൂസൊക്കെ. അപ്പോൾ ഇതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തൊരു വെർഷനാണ് ഹിമാലയൻ 450. അപ്പോൾ ഇതിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് തന്നെയായിരിക്കും അത് ഇറക്കിയേക്കുന്നത്. ചിലപ്പോൾ അതിൻ്റെ ചേസൊക്കെ ഒന്ന് ഒടിയും, അതൊന്ന് മാറ്റി വെച്ചേരെ. അത് കമ്പനി തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, അതിൻ്റെ റീസൺ. അത് സത്യമാണെങ്കിലും അല്ലെങ്കിലും അത് മാത്രമേ നമുക്കിപ്പോൾ വിശ്വസിക്കാൻ പറ്റുകയുള്ളൂ. പിന്നെ ഈ ഒരു വണ്ടിയിൽ മോഡിഫിക്കേഷൻ അവിടെ ചെയ്തേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സനയുടെ ക്രാഷ് കാർഡ്, ലഗേജ് കാരിയർ, അതേപോലെ ബാർക്ക് ബസ്റ്റേഴ്സിൻ്റെ ഹാൻഡ് ഗാർഡ്, പിന്നെ വൈസറിൽ സ്റ്റിക്കർ വെച്ചിട്ടുണ്ട്, അതേപോലെ ഹെഡ്ലൈറ്റ് ചിന്തി ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ അപ്പുറത്തും ഇപ്പുറത്തും 2 ഡ്യുവൽ ടോൺ ഫോഗ് ലാമ്പ് ആയിട്ടുണ്ട്. കോണി ആടാ കേസ് അങ്ങനെയൊന്നും പറയണ്ട. ഇത് ഒരുപാട് ലോങ് ട്രാവലൊക്കെ അടിക്കുന്ന വണ്ടിയാണ്. ആവശ്യമുള്ള സമയത്ത് മാത്രമേ ഇടൂ, അല്ലാതെ എപ്പോഴും ഇതൊക്കെ ഇട്ടുണ്ടായിരുന്നാലേ കോളഞ്ഞും കണ്ണാപ്പി എന്നൊക്കെ വിളിക്കാൻ പറ്റൂ. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഫോർക്ക് ബൂട്ട് ചെറിയ ഡാമേജ് ഉണ്ട്, അത് മാറ്റണം. ആ ഒരു വീഡിയോ ഇട്ടുകൊണ്ട് തന്നെ എന്തായാലും ഇതിൻ്റെ റേറ്റ് നിങ്ങൾ ചോദിക്കുമെന്നറിയാം. ഈ ബാർക്ക് ബസ്റ്റേഴ്സിൻ്റെ 100 ഗ്രേഡിന് എനിക്ക് ഒരു 2000 രൂപയ്ക്കകത്തും ഈ ഒരു 2 ഫോഗ് ലാമ്പിന് അപ്പുറത്തും ഉണ്ട്. അതിന് എനിക്ക് തോന്നുന്നു 2500. ഇതിപ്പോൾ ഇത് നൂലെച്ച് കെട്ടി വെച്ചേക്കാണ് ഊരിപ്പോവാതിരിക്കാൻ വേണ്ടി. അത് പിന്നെ ശരിയാക്കും. പിന്നെ ഒരു സനയുടെ ക്രാഷ് കാർഡിന് 3000, അതേപോലെ സാഡിസ്റ്റേയും കാര്യങ്ങൾക്കൊക്കെ വീണ്ടും ഒരു 3000. അത്രയും ഒരു മോഡിഫിക്കേഷനാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ വണ്ടിയിൽ മെയിനായിട്ട് വരുന്ന ഇഷ്യൂസ് എന്ന് വെച്ചാൽ കോൺഫെറ്റിൻ്റെ ഇഷ്യൂ വരും. പിന്നെ ടയർ പെട്ടെന്ന് തേഞ്ഞ് തീരും. അത് 400cc കുറച്ച് ഓഫ് റോഡൊക്കെ അടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തീരും. ഇതിൻ്റെ ബാക്ക് ടയറൊക്കെ 9000 കിലോമീറ്റർ മാത്രമേ കിടക്കൂ, എങ്ങനെയൊക്കെ നോക്കി ഓടിച്ചാലും ഇല്ലെങ്കിലും. പിന്നെ ഈ ഒരു വൈസറിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല രീതിക്ക് വൈബ്രേഷൻ വരും. അത് എന്തൊക്കെ ചെയ്താലും കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും വരും. അതൊരു ചെറിയ ഇഷ്യൂ ആണ്. കൂട്ടാൻ്റെ BS3 വണ്ടിയിൽ അടിമുടി ഇഷ്യൂ ആയിരുന്നു. ഓഫ് റോഡ് വണ്ടി എന്നൊക്കെ പറഞ്ഞാലും ഒരു കട്ടറി അവൻ കൊണ്ടിറക്കി കഴിഞ്ഞാൽ സെൻസറും എന്തെങ്കിലുമൊക്കെ അടിച്ചു പോകും. ഇപ്പോഴും ആരെങ്കിലുമൊക്കെ ഹിമാലയ എടുക്കുന്ന കാര്യമൊക്കെ ഗ്രൂപ്പിലൊക്കെ പറഞ്ഞാൽ അവൻ പറയും എടുക്കരുത്, കൊണ്ട് തല വയ്ക്കരുത്, അവന് കിട്ടിയ പണിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ റോയൽ എൻഫീൽഡിൻ്റെ കാര്യമൊക്കെ ചിലവർക്ക് ശരിയാവും ചിലവർക്ക് ശരിയാവില്ല, ആ ഒരു സെറ്റപ്പാണ്. ഇപ്പോൾ ഈ വണ്ടി തന്നെ ഉള്ളവർ ചിലവർക്ക് അടിമുടി പണിയായിരിക്കും, ചിലവന്മാർക്ക് അങ്ങനെ വലിയ പണിയൊന്നും വരാറില്ല. അതൊക്കെ ഒരു ലക്കിൻ്റെ കളിയാണ്. പിന്നെ ഈ വണ്ടി നിങ്ങൾക്കറിയാൻ പറ്റും 400cc ഓഫ് റോഡിങ് ബൈക്ക് എന്ന് വെച്ചാൽ ഇതായിരിക്കും നിങ്ങളുടെ മനസ്സിൽ തളച്ചിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് തന്നെ റോയൽ എൻഫീൽഡിൻ്റെ വണ്ടികളിൽ 2 എണ്ണമാണ് ഇഷ്ടം. ഒന്ന് ഹിമാലയൻ, പിന്നെ GT ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും കാണാനേ ചാൻസ് ഇല്ല. ഇപ്പോൾ പുതിയൊരു 450cc ഇറങ്ങിയാലും ഈ ഒരു വണ്ടിയായിരിക്കും എല്ലാവരുടെയും മനസ്സിൽ ആഴത്തിൽ അടിച്ചിരിക്കുന്നത്. വേറെ ഒരുപാട് ഓഫ് റോഡ് വണ്ടിയൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ എക്സ്പൾസ് 200. പക്ഷേ ഒരു കാര്യമുണ്ട്, എക്സ്പൾസാണ് ഒരുമാതിരി പെട്ടെന്ന് നമുക്ക് ഓഫ് റോഡൊക്കെ അടിച്ച് കയറി പോകാൻ പറ്റുന്ന വണ്ടി. അതൊരു കൊതു പോകുന്ന കണക്കാണ് കയറി പോകുന്നത്. ഇതാണെങ്കിൽ ഒരു പഞ്ചോടെ നമുക്ക് ഓഫ് റോഡ് കയറി പോവാം. 2 വണ്ടിയും കയറി പോകും. പിന്നെ ആ 2 വണ്ടിയൊന്നും അല്ല, നിങ്ങൾക്ക് ഏത് വണ്ടി വേണോ ഓഫ് റോഡൊക്കെ മൈൻഡ് ഉണ്ടെങ്കിൽ ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും. അപ്പോൾ എക്സ്പൾസിൻ്റെ ഒരു ഫീല്
ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ അതെടുത്തുകൊണ്ട് ഓഫ് റോഡ് പോകാം. ഇതിൻ്റെ ഫീലുള്ള ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതെടുത്തുകൊണ്ട് ഓഫ് റോഡ് പോകാം. എൻ്റെ ഒരു പേഴ്സണലി എനിക്ക് ഓടിക്കാൻ വേണ്ടി ഇഷ്ടം ഹിമാലയാണ്. ആ ഒരു പഞ്ചോടെ നിങ്ങൾക്ക് ഓഫ് റോഡ് അടിച്ച് കയറി പോകാൻ പറ്റും. എന്നെ ഇപ്പോൾ ഇതായിട്ട് കമൻറ്റിലൊന്നും വന്ന് അരിച്ചിട്ടൊന്നും വിളിക്കേണ്ട. വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് എനിക്ക് എന്നെ തിരിച്ച് തരും. ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള പ്രിഫറൻസ് മാത്രമാണ് പറഞ്ഞത്. എക്സ്പൾസിനെ ഒന്നും അടിച്ച് താഴ്ത്തിയൊന്നുമല്ല. അതെടുക്കുന്നവർക്ക് അതെടുക്കാം, ഇതെടുക്കുന്നവർക്ക് ഇതെടുക്കാം, എല്ലാം അവരുടെ ഇഷ്ടം. പിന്നെ രണ്ടിലും ഓഫ് റോഡ് അടിക്കുമ്പോഴൊരു വ്യത്യാസം എന്ന് വെച്ചാൽ ഇപ്പോൾ എക്സ്പൾസിൽ അറിഞ്ഞതിന് കയറിപ്പോയാലും വീണ് കഴിഞ്ഞാൽ കാലുകുത്തി വണ്ടി വീഴാതെ നമുക്ക് രക്ഷിക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു വണ്ടിയിൽ വീണ് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് കാലുകുത്തി നൂത്തെടുക്കാൻ പറ്റണമെന്നില്ല. കാരണം വണ്ടിക്ക് നല്ല രീതിക്ക് വെയിറ്റ് ഉണ്ട്. വീഴുമ്പോഴേ ഹാൻഡിലും ബെൻഡാവും. പുതിയൊരു 450cc ഇതിൻ്റെ വണ്ടി ഇറങ്ങുമ്പോൾ എന്ന് പറയുമ്പോൾ തന്നെ ചിലവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ആദ്യം ഇറങ്ങിയ സമയത്ത് എനിക്കും അതിൻ്റെ ലുക്ക് എക്സ്പൾസ് 4 ചെറുതായിട്ട് റിലേറ്റ് ചെയ്ത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പക്ഷേ ഞാൻ ഷോറൂമിൽ ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ പോയ ആ വണ്ടി നേരിട്ട് കണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിട്ടുണ്ട്. പറ്റുമെങ്കിൽ ഒന്ന് കയറി നോക്കിയാൽ ഞാൻ ഇതിൻ്റെ ഒരു എൻ്റെ സ്ക്രീനിലും പറ്റുമെങ്കിൽ അത് ഞാൻ കൊടുത്തേക്കാം. പക്ഷേ ഞാൻ വിചാരിച്ചൊരു സാധനമല്ല ആ വണ്ടിയിൽ നിന്ന് എനിക്ക് കിട്ടിയത്. വണ്ടി നേരിട്ട് കണ്ടപ്പോഴത്തേക്ക് എക്സ്പൾസുമായിട്ടുള്ള സിമിലാരിറ്റിയും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ എനിക്ക് മാറി കിട്ടി. ആ വണ്ടി വളരെയധികം വ്യത്യാസമായിട്ടുള്ളൊരു ഓഫ് റോഡിങ് വണ്ടിയായിരുന്നു. പിന്നെ അത് ഇതിൻ്റെ കാട്ടി കുറച്ചുകൂടെ ഹ്യൂജാണ്. അത് വളയ്ക്കണമെങ്കിൽ ഇത്ര സ്ഥലമൊന്നും പോരാൻ തോന്നുന്നു. കുറേ സ്ഥലമാണെങ്കിൽ വളച്ചെടുക്കാൻ പറ്റൂ. ഈ ഒരു വണ്ടിയിൽ ഞാൻ അത്യാവശ്യം ഓടിക്കുന്ന ഒരു 400cc വണ്ടി ഇതാണ്. ഇത് ഓടിച്ചതിന് ശേഷമാണ് പിന്നെ ഡോമിനർ ഓടിച്ചത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പണ്ട് എൻ്റെ ഒരു ചേട്ടൻ ഈ വണ്ടി എടുത്തു വന്നപ്പോഴാണ് ഞാൻ ഇത് ഓടിച്ചത്. അപ്പോൾ തന്നെ എനിക്ക് വണ്ടി ഇങ്ങ് മനസ്സിൽ പതിഞ്ഞിരിക്കുകയായിരുന്നു. പുതിയൊരു വണ്ടി വന്നപ്പോൾ എനിക്ക് അതങ്ങ് ആദ്യം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ പിന്നെ ആ വണ്ടി ഓടിച്ച് നോക്കിയപ്പോഴത്തേക്ക് അതെല്ലാം അങ്ങ് മാറിക്കിട്ടി. ഒരു 450cc വണ്ടി അത്യാവശ്യം പവർ കൂടുതലായിരിക്കും. പിന്നെ അതെനിക്കൊരു സ്പോർട്സ് ബൈക്ക് പോലെയാണ് തോന്നിയത്. കൈ കൊടുക്കുമ്പോഴത്തേക്ക് കൊടുക്കത്ത പഞ്ചും പെട്ടെന്ന് കയറുന്നത്. നിങ്ങൾക്ക് റോട്ടിൽ ഇതിൻ്റെക്കാട്ടി കുറച്ചുകൂടെ പൊളിച്ചു പഠിക്കാൻ പറ്റിയ വണ്ടി അതാണ്. ആ വണ്ടി റോഡിലും അല്ലാത്ത എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഒരേപോലെ ഓടിച്ച് നടക്കാൻ പറ്റും. ആ വണ്ടി കുറച്ച് ഹ്യൂജാണ്. ടാങ്കൊക്കെ തന്നെ ഇങ്ങനെ നമ്മൾ കാല് വയ്ക്കുന്ന അവിടെ കുറച്ച് ഇങ്ങനെയായിട്ട് വരും. അപ്പോഴത്തേക്ക് നമുക്കൊരു ഇരിക്കുമ്പോൾ തന്നെ ഒരു ലോറിയിൽ ഇരിക്കുന്ന ഫീലാണ് ആ വണ്ടിയിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ അതിൻ്റെ ബ്രേക്കിംഗ് പക്ക ഇൻസൈനാണ്. അത് നിങ്ങൾക്ക് തന്നെ ഒന്നാലോചിക്കാം. പുതിയ വർഷം ഇറങ്ങുമ്പോഴത്തേക്ക് അതിലുള്ള പോരായ്മകൾ മാറ്റും, ഫീച്ചേഴ്സൊക്കെ അപ്ഡേറ്റ് ചെയ്യും. ഞാൻ കുറച്ചൊന്ന് കത്തിച്ച് വന്നിട്ട് ഒരു ബസ് എന്നെ ഇടിക്കാൻ വന്നായിരുന്നു. ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടാണ് കയറി ചെയ്ത്. ഞാൻ ആ ഒരു ഫീലിംഗ് വന്ന് പക്ഷെ ബ്രേക്ക് പിടിച്ചപ്പോൾ അപ്പോഴേ എനിക്ക് പിടിച്ച് നിർത്താൻ പറ്റി. അത് ഞാൻ ഇഷ്ടമായിട്ടപ്പോൾ കുറച്ച് വ്യൂസൊക്കെ കയറിയായിരുന്നു. പക്ഷേ അതിൽ ഞാൻ പറഞ്ഞായിരുന്നു ഒരു മൈരം വന്നതിൻ്റെ ഇടയ്ക്ക് അറിയാൻ എന്നെ പിടിച്ചേനെന്ന്. ആ ബസ്സിൻ്റെ ഓണറൊക്കെ അതിൽ കമൻറ്റിട്ട് വെച്ചായിരുന്നു. ആ ചേട്ടാ പാവം വേണ്ടി എന്നെ ചീത്തയൊന്നും വിളിച്ചില്ല, മര്യാദയ്ക്ക് കാര്യം പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് അത് ആരെയും ഹർട്ട് ചെയ്യാൻ പറഞ്ഞതൊന്നുമല്ല, ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടി മാത്രം പറഞ്ഞാണ്. പിന്നെ ഈ വണ്ടിയിലൊരു 110, 120, 130 പോവും. പക്ഷേ ഒരു 110 ഓടിക്കാൻ എനിക്ക് അത്ര ഇഷ്ടമല്ല. ഒരു 100ൻ്റെ അകത്ത് വെച്ച് ഓടിക്കാനാണ് ഈ ഒരു വണ്ടി അത്യാവശ്യം നൈസായിട്ട് എനിക്ക് ഓടിച്ചിട്ട് പോകാൻ പറ്റും. പക്ഷേ ആ ഒരു വണ്ടി കൈ കൊടുക്കുമ്പോൾ 100-110 കയറി പോകണത് നിങ്ങൾക്ക് അറിയത്തില്ല. 110 പോകാനും വളരെ ഈസി ആയിട്ടായിരിക്കും ആ ഒരു വണ്ടി പോകുന്നത്. പിന്നെ അതിനും ഇഷ്യൂസൊക്കെ ഉണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഇഷ്യൂ ഒന്നും ആർക്കും മാറ്റാനൊന്നും പറ്റില്ല. ആ ചേസ് ഓടിയുന്ന ഇഷ്യൂ അതവർ പറയുന്നതെന്ന് വെച്ചാൽ ആഫ്റ്റർ മാർക്കറ്റായിട്ടുള്ള ക്രാഷ് കാർഡൊക്കെ വെക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ ചേസ് ഓടിയുന്നതെന്ന്. ഇതിലിപ്പോൾ ആഫ്റ്റർ മാർക്കറ്റായിട്ടുള്ള ക്രാഷ് കാർഡൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഒരു ചേസും ഓടിയുന്നില്ല. അഥവാ ഓടിയുന്നെങ്കിൽ തന്നെ അത് ഈ ഒരു ഭാഗത്തു നിന്നായിരിക്കും ഓടിയുന്നത്. പക്ഷേ ആ ഒരു എഞ്ചിൻ്റെ സ്ട്രക്ചറും ഈ ഒരു എഞ്ചിൻ്റെ സ്ട്രക്ചറും തമ്മിൽ വ്യത്യാസമുണ്ട്. അതിൽ ആ എഞ്ചിനൂടെ മൗണ്ട് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മുടെ ഒരു ഫ്രെയിം കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ചിലപ്പോൾ ഈ ഒരു ക്രാഷ് കാർഡൊക്കെ വെക്കുന്നുണ്ട്. അതിൽ ചേസിൽ വരുന്ന സ്ട്രെസ്സിൻ്റെ പോയിൻ്റൊക്കെ വ്യത്യാസം പറഞ്ഞതുകൊണ്ടും ഈവനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ആവാത്തത് കൊണ്ടും ആയിരിക്കും ഒടിയുന്നത്. എന്തായാലും കമ്പനി പറയുന്ന കാര്യം മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂ. ഈ ഒരു വണ്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതിന് ഒരു ആവറേജ് 25 ലോക്കെ പോകുമ്പോൾ 28-30 കിട്ടുന്നുണ്ട്. ഈ ഒരു ഹിമാലയനെക്കാൾ മിക്കുള്ളവരും അടിക്കുന്ന സ്റ്റിക്കറാണ്. അത്യാവശ്യം നൈഫായിട്ട് തന്നെ ഇരിക്കും. ഹിമാലയൻ 411 എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേരിയൻ്റ് എന്ന് വെച്ചാൽ ഈ ഒരു ബ്ലാക്ക് വേരിയൻ്റാണ്. കാണാൻ കുറച്ച് നല്ല രീതിക്ക് പ്രസൻസ് ഉള്ളൊരു വണ്ടിയാണ്. അപ്പോൾ നിങ്ങളും വണ്ടി മാത്രം ഇഷ്ടപ്പെട്ടിരിക്കുന്നതാണെങ്കിൽ മറ്റേ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കണം. നിങ്ങളുടെ വിചാരം എല്ലാം മാറിക്കിട്ടും. കുറച്ചുകൂടെ പവറുണ്ട്. പക്ഷേ എനിക്ക് എന്തോ എവിടെയൊക്കെ ഈ വണ്ടിയാണ് എന്നെ കുറച്ചുകൂടെ പിടിച്ച് നിർത്തുന്നത്. അതാണ് എനിക്ക് ഓടിക്കാനൊക്കെ കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയെങ്കിലും. ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, ഈ വണ്ടിയിൽ കംപ്ലയിൻസ് ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല. ആ ഒരു സെറ്റപ്പാണ്. ഈ ഒരു വണ്ടിയിൽ തന്നെ അതിനൊരു എക്സാമ്പിൾ ഉണ്ട്. കാരണം ഈ ഒരു വണ്ടി എടുത്തപ്പോൾ തൊട്ടേ ഉള്ളൊരു പ്രശ്നമാണ്. വണ്ടി ഓട്ടത്തിൽ ചിലപ്പോഴത്തേക്ക് ക്ലച്ച് പിടിക്കുമ്പോഴത്തേക്ക് വണ്ടി അങ്ങ് ഓഫായി പോകും. അത് വാറൻറ്റി ഉള്ള സമയത്താണ് ഈ പ്രശ്നം ഉണ്ടായിരുന്നത്. അതിനുവേണ്ടി തന്നെ വണ്ടി ഒരു 19 പ്രാവശ്യം ഷോറൂമിൽ കയറ്റി കാണും. അവന്മാർ വാറൻറ്റി മാറ്റാത്ത പാർട്ടുകളില്ല. ടോട്ടൽ ബോഡി ഓയിലും കിട്ടി അങ്ങനെ ഒരുപാട് സാധനം മാറ്റിയിട്ടുണ്ട്. ആ ഇഷ്യൂ ഇപ്പോഴും ഇതിൽ മാറിയിട്ടില്ല. ഇനി ഇതിൽ മാറ്റാനുള്ളത് ഫ്യൂൽ ഇഞ്ചക്ടർ മാത്രമാണ്. ഇനി 30,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. ഇനിയും ഇതിന് വാറൻറ്റി പെൻഡിങ് ഉണ്ട്. പിന്നെ അത് മാറാത്തതുകൊണ്ടാണ് ഇപ്പോൾ അതിൽ പിന്നെ ഒന്നും ചെയ്യാതിരിക്കുന്നത്. ആ ഒരു ഇഷ്യൂ ഇതിലുണ്ട്. പിന്നെ കോൺഫെറ്റിൻ്റെ ഇഷ്യൂ ഇതിലിപ്പോൾ പെർസിസ്റ്റൻ്റ് ആയിട്ടുണ്ട്. എനിക്കത് തോന്നുന്നു NTNൻ്റെ ആഫ്റ്റർ മാർക്കറ്റ് ബിയറിങ് വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് സോൾവ് ആക്കാൻ പറ്റുന്നു. പിന്നെ ഈ ഒരു വണ്ടി പക്ക അത്ര സ്മൂത്തല്ല, കുറച്ച് നോയ്സൊക്കെ കൂടിയാണ് ആ ഒരു റോയൽ എൻഫീൽഡിൻ്റെ ആരും മറ്റൊരു സംഭവം കിട്ടുന്നത്.
പിന്നെ ചിലവന്മാരുണ്ട് ഈ വണ്ടി പോയിട്ട് ഇങ്ങനെ കൊട്ടിക്കാണിക്കും, അപ്പുറത്തുള്ള പ്ലാസ്റ്റിക് വണ്ടിയാണെങ്കിൽ അതിൽ പോയി കൊട്ടിക്കാണിക്കും. എന്നിട്ട് മെറ്റൽ പ്ലാസ്റ്റിക് എന്നൊക്കെ പറഞ്ഞ് കമ്പാരിസൺ ചെയ്യുന്നവന്മാരുണ്ട്. മെറ്റൽ വെച്ച് തന്നെ ഓടിക്കണമെങ്കിൽ അവന്മാർക്കുള്ള തൂക്കോട്ട എടുത്ത് കൊടുത്താൽ മതി, അവന്മാർ ഉരുട്ടിക്കൊണ്ട് നടക്കും. അല്ലെങ്കിൽ സൈക്കിൾ ടയറും പെയിൻറ്റും ഒക്കെ ഒറ്റയ്ക്ക് ഉരുട്ടി കിടക്കേണ്ട പയ്യന്മാർക്ക് ബൈക്കൊക്കെ എടുത്ത് കൊടുത്താൽ അവരിങ്ങനെ തന്നെ കൊട്ടി കളിച്ചുകൊണ്ട് നടക്കും. എന്നിട്ട് പറ്റുമെങ്കിൽ ഒരു അസ്ഥികടം കൂടെ ഇവിടെ ഇങ്ങനെ വരും. ഈ ഒരു വണ്ടിയുടെ സർവീസും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ 10,000 കിലോമീറ്ററിലാണ്, 5,000 കിലോമീറ്റർ ഓയിൽ ടോപ്പപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ഈ ഒരു വണ്ടിയിൽ എനിക്ക് മാറ്റണമെന്ന് തോന്നിയ മെയിനായിട്ടുള്ള കാര്യമാണ് ഈ ഒരു സ്പോക്കഡ് വീൽസ്. ഇതിപ്പോൾ ട്യൂബുള്ള ടൈപ്പാണ്. അപ്പോൾ പഞ്ചറൊക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ പെനഞ്ഞു പോവും. പക്ഷേ പുതിയ ഹിമാലയനിൽ സ്റ്റോക്കായിട്ട് വരുന്നില്ലെങ്കിൽ കുറച്ചുകൂടെ പൈസ ഇറക്കാൻ നിങ്ങൾക്ക് ട്യൂബ് ടൈപ്പ് സ്പോക്കഡ് വീൽസ് ഇടാൻ പറ്റും. അപ്പോൾ പഞ്ചറിനൊക്കെ ഒരു പരിധി വരയ്ക്കും നിങ്ങൾക്ക് എസ്കേപ്പ് ആവാൻ പറ്റും. പിന്നെ ഈ ഒരു വണ്ടി എടുക്കണമെന്നുള്ളവർക്ക് ഇതെടുക്കാം, മറ്റെടുക്കണമെന്നുള്ളവർക്ക് അതെടുക്കാം. ജസ്റ്റ് ലുക്ക് മാത്രം കണ്ടിട്ട് ആ ഒരു വണ്ടിയെ ഹേറ്റ് ചെയ്തത്. രണ്ടോടൊന്ന് ഓടിച്ച് നോക്കണം, രാപ്പകൽ വ്യത്യാസമുണ്ട്. ഇതും അതും ഹിമാലയൻ്റെ പേര് മാത്രമേ ഉള്ളെന്ന് വേണമെങ്കിൽ പറയാം. രണ്ട് നല്ല രീതിക്ക് വ്യത്യാസമുണ്ട്. പിന്നെ ഇതിൽ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുള്ള കാര്യം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചാർജിങ് സെറ്റപ്പൊക്കെ ഉള്ള രീതിക്കുള്ള ഫോൺ ഹോൾഡർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഹിമാലയനാണെങ്കിൽ സ്റ്റോക്കായിട്ട് തന്നെ ചാർജിങ് സെറ്റപ്പൊക്കെ വരുന്നുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ഒരു പുതിയ വണ്ടി കാണുന്ന രീതിയിൽ തന്നെ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള മീറ്റർ കൺട്രോളൊക്കെയാണ്. TFT മീറ്റർ കൺട്രോളാണ് വരുന്നത്. അതിൽ ഇതിനെക്കാട്ടി ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയേണ്ടതെന്ന് വെച്ചാൽ റൈഡിംഗ് പൊസിഷൻ. ഇതിൽ കയറി ഇരിക്കുന്ന കണക്കല്ല, റൈഡിംഗ് പൊസിഷനൊക്കെ സെയിം ആണെങ്കിലും ഒരു ഫീല് വേറെയാണ്. നമ്മളെന്തോ വലിയൊരു വണ്ടി ഓടിക്കുന്ന രീതിയിലാണ് അത് ഓടിച്ചുകൊണ്ട് പോകുന്നത്. പക്ഷേ ബസ്സുകാരനൊക്കെ പോകുമ്പോൾ നമുക്ക് അടുത്ത് കാണാൻ പറ്റും, അത്രയും ഹൈറ്റിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇതിലിപ്പോൾ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ടാങ്ക് ആണെങ്കിൽ അതിൽ ഇതുവരയ്ക്കും കുറച്ച് ലീനിയർ, പിന്നെ ഇവിടെ നിന്ന് കുറച്ച് മസ്കുലറായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും കാണുന്നത് ഇത്ര ഒരു പോർഷനായിരിക്കും. അപ്പോൾ വണ്ടി കുറച്ചൊരു ബൾക്ക് ഫീലായിരിക്കും നമ്മൾ ഓടിച്ചുകൊണ്ട് പോകുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിമാലയൻ അത്യാവശ്യം നല്ലൊരു ഹൈറ്റുള്ള വണ്ടിയാണ്. പക്ഷേ നിങ്ങൾക്ക് കുറച്ച് പൊക്കമുള്ള കുറഞ്ഞ ആൾക്കാർക്ക് ഈ വണ്ടി ഓടിക്കാം. കാരണം ഇതിന് സീറ്റ് ഹൈറ്റ് കുറവാണ്. നിങ്ങൾക്ക് ശ്രദ്ധ തന്നെ അറിയാൻ പറ്റും, ഈ ഒരു ഹാൻഡിൽ നല്ലൊരു ഹൈറ്റിലും സീറ്റ് കുറച്ച് താഴെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് പൊക്കം കുറഞ്ഞ ആൾക്കാർക്കായാലും ഇത് ഓടിക്കാൻ പറ്റും. ഈ ഹിമാലയന് കുറച്ച് സീറ്റ് ഹൈറ്റ് കൂടുതലാണ്. ഞാൻ പിന്നെ ഓടിച്ചത് അതിൻ്റെ സീറ്റ് ഹൈറ്റ് കൂട്ടിയാണ്. അതിലെ സീറ്റ് ഹൈറ്റ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ സീറ്റിനൊരു ചെറിയൊരു കിടുകാപ്പ് സാധനമുണ്ട്, അതെടുത്ത് ഇപ്പുറത്തുമ്പോൾ ഹൈറ്റ് കൂടും. ഞാനിപ്പോൾ എന്തായാലും അത് ഫുൾ ഹൈറ്റിലിട്ടാണ് ഓടിച്ചത്. അപ്പോൾ ഞാൻ ഒരു 6 ഫീറ്റ് അടുപ്പിച്ചുണ്ട്. അപ്പോൾ എനിക്ക് കറക്റ്റ് ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു അതിൻ്റെ ഹൈറ്റ്. ഈ ഒരു വണ്ടി അല്ല തന്നെ എല്ലാവർക്കും ഓടിക്കാം, ഹൈറ്റ് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിൽ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ട്. അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഹൈറ്റ് കൂടുതലുള്ളവർക്ക് കൂട്ടിയിട്ട് ഓടിക്കാം, കുറവുള്ളവർക്ക് കുറച്ച് ഓടിക്കാം. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഈ ഒരു ഹെഡ്ലൈറ്റ് കുറച്ച് ടിൻറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ അഡീഷണൽ ആയിട്ട് ഫോഗ് ലാമ്പ് വെച്ചത്. പിന്നെ ട്രാവലൊക്കെ ചെയ്യണമെങ്കിൽ ഫോഗ് ലാമ്പിൻ്റെ ആവശ്യം ഉറപ്പായിട്ടുണ്ട്. ആവശ്യമില്ലാത്ത സമയത്തിട്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരുന്നാൽ മാത്രം മതി. പിന്നെ ഈ ഒരു വണ്ടിയുടെ എഞ്ചിൻ്റെ പാക്കിംഗ് ഒക്കെ കുറച്ച് വീക്കാണ്. ഓയിൽ ലീക്കൊക്കെ പെർസിസ്റ്റൻ്റ് ആയിട്ട് വരും. ഇപ്പോൾ ഇതിൽ ചെറിയ രീതിക്കുണ്ട്, വലിയ രീതിക്കൊന്നുമില്ല. ഇത് മിക്കുള്ള വണ്ടിയിൽ ഞാൻ ശ്രദ്ധിച്ചുള്ള കാര്യമാണ് ഈ ഒരു ഓയിൽ ലീക്ക്. പുതിയ വണ്ടിയിൽ അത് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചാളൊക്കെ ഓടിക്കഴിഞ്ഞപ്പോൾ മാത്രമേ അറിയാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒരു ടെസ്റ്റ് ഡ്രൈവ് എടുത്ത ബാക്കി കാര്യങ്ങൾ മാത്രമാണ് ആ വണ്ടിയിൽ ചെയ്തത്. ഈ ഒരു വണ്ടി സ്റ്റാൻഡ് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി കറക്റ്റായിട്ട് അപ്രൈറ്റ് ആയിട്ടേ ഇരിക്കൂ. കുറച്ച് സ്ട്രൈറ്റുള്ള സ്ഥലത്തെ കൊണ്ട് ചിലപ്പോൾ മറിഞ്ഞു വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. പുതിയ ഹിമാലയ എനിക്ക് കൊണ്ട് കുറച്ചുകൂടി ചരിഞ്ഞാണെന്നുകൊണ്ട് ഇരിക്കുന്നത്. ഞാൻ അങ്ങനത്തെ പ്രശ്നമൊന്നും ഫേസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇത് കറക്റ്റ് ലെവൽ ഗ്രൗണ്ടിൽ ഇരിക്കുമ്പോഴത്തേക്ക് വണ്ടി കറക്റ്റ് സ്ട്രൈറ്റാണ് ഇരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും കൊച്ചു പിള്ളേരൊക്കെ വണ്ടി ഇരുന്നാലും വണ്ടി ചരിഞ്ഞ് വീഴാൻ ചാൻസ് ഉണ്ട്. പക്ഷേ മറ്റതിൽ ഇത്രയൊരു സ്ട്രൈറ്റ് ആയിട്ടല്ല വണ്ടി ഇരിക്കുന്നത്, കുറച്ചുകൂടെ ചരിഞ്ഞാണ് ഇരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഹൈറ്റിന് ഇരിക്കുന്നതിന് വണ്ടി കാണാനും കുറച്ച് ലുക്ക് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. കുറച്ച് റീലൊക്കെ എടുക്കാൻ നേരത്തെ പയ്യന്മാരെല്ലാം കല്ലൊക്കെ കയറ്റിയ സ്റ്റാൻഡ് വെച്ചിട്ട് കുറച്ച് പൊക്കിയായിരിക്കും വയ്ക്കുന്നത്. പക്ഷേ എപ്പോഴും വണ്ടി പാർക്ക് ചെയ്യുന്ന നേരത്ത് അത് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ അല്ല. ഇനി നമുക്ക് കുറച്ച് നേരം വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. പിന്നെ ഇതിൽ നമുക്ക് മറ്റേ നാവിഗേഷൻ മീറ്ററും കാര്യങ്ങളൊന്നും വരുന്നില്ല. അത് വെക്കാൻ വേണ്ടിയാണ് ഈ ഒരു സാധനത്തിൽ കയറ്റിയത്. പിന്നെ എന്തോ 5000 രൂപയൊക്കെ ആയതുകൊണ്ട് അതങ്ങ് ക്യാൻസൽ ചെയ്തു. ഇതിന് മുമ്പുള്ള വണ്ടികളിലും ഇതിന് ശേഷമുള്ള ചില മോഡലുകളിലും ആ ഒരു സംഭവം വരുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും ഇതിലില്ല. പിന്നെ ആദ്യമാണ് ഈ ഒരു ബാർക്ക് ബസ്റ്ററിൻ്റെ ഹാൻഡ് ഗാർഡൊക്കെ വെച്ചൊരു ഹിമാലയ ഓടിക്കുന്നത്. വീണത് അത്യാവശ്യം പ്രൊട്ടക്ഷനൊക്കെ കിട്ടുമായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ വൈബ്രേഷൻ ഉണ്ടെന്ന്. ഇതാണ് ആ ഒരു ഫെയറിങ്ങിൻ്റെ അവിടെ നിന്ന് വരുന്ന വൈബ്രേഷൻ. ഇങ്ങനത്തെ റോഡിലൂടെയൊക്കെ മറ്റേ പാട്ടൊക്കെ ഇട്ട് കിനാവിൻ്റെ തോളിൽ, ഇതാണോ നീ പറഞ്ഞ ഓഫാവുന്ന സംഭവം? യേശ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വണ്ടി ക്ലച്ച് പിടിക്കുമ്പോൾ ഓഫാവുമെന്ന്. അത് ഇതാണ് സംഭവം. ഇത് ക്ലച്ച് പിടിക്കുമ്പോൾ ഓഫാവുന്ന ഇഷ്യൂ ഉള്ളതുകൊണ്ട് എപ്പോൾ വണ്ടി ഓഫാവുമെന്ന് അറിയാൻ വയ്യ. വണ്ടി കുറച്ച് വെയിറ്റ് ഉള്ളതുകൊണ്ട് വീണ് കഴിഞ്ഞാൽ കയ്യിൽ നിൽക്കില്ല. പിന്നെ ഈ ഒരു എഞ്ചിൻ മാളിലേക്ക് കത്തിക്കിടക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അത് ഈ വണ്ടിയിൽ എപ്പോഴും കത്തിക്കിടക്കുന്ന സംഭവമാണ്. എന്തെയ്താലും മാറുന്നില്ല. അത് ഷോറൂമിൽ കാണിച്ചാടാ. എഞ്ചിൻ മാളിലേക്ക് കത്തിക്കിടന്ന സംഭവം ഷോറൂമിൽ കാണിച്ചിട്ട് ഒരു റെസ്പോൺസും ഇല്ലെന്നാണ്. അന്ന് നമുക്ക് എന്ത് മനസ്സിലാവാം? സർവീസ് കുറച്ച് മൂഞ്ചിപ്പീരാണ്. പറഞ്ഞല്ലോ ഈ ഒരു വൈഫറോട് വരുമ്പോഴത്തേക്ക് നമുക്ക് വലിയ രീതിക്ക് വിൻബ്ലാഷ് ഒന്നും അടിക്കുന്നില്ല. നമ്മൾ കുറച്ച് താഴ്ന്ന ഓഫീഷ്യലും വണ്ടി കുറച്ച് ഫ്രണ്ട് പൊങ്ങിയാണ് ഇരിക്കുന്നത്. ഞാൻ എൻ്റെ വണ്ടി കുറച്ച് അഡ്വഞ്ചർ സെറ്റപ്പിലൊക്കെയാണ് പണിത് വെച്ചേക്കുന്നതിലും ഇതിൻ്റെ അത്ര ഒരു ഗുമ്മ എന്തായാലും കിട്ടുന്നില്ല.
എനിക്ക് പേഴ്സണലി എക്സ്പൾസിൻ്റെ കാട്ടി കിടലാം ഓടിക്കാൻ വേണ്ടി ഇതൊരു പഞ്ചോടെയാണ് ഈ ഒരു വണ്ടി കയറി പോകുന്നത്. ആ ഒരു വണ്ടി ഇത് കണക്കല്ല കയറി അറിഞ്ഞു മുന്നിൽ കയറിപ്പോൾ ഒരു കൊതു പോകുന്ന കണക്കും. ഇതാണെങ്കിൽ ഒരു എന്തോ ഒരു NS400 ഓടിക്കുന്നതും ഡൊമിനർ ഓടിക്കുന്ന തമ്മിലുള്ള വ്യത്യാസം, രണ്ട് തമ്മിൽ ഓടിക്കാൻ നേരത്ത് ആ ഒരു വെയിറ്റ് കൊണ്ട് എനിക്ക് മനസ്സിലാവും. പിന്നെ വൈബ്രേഷൻ ഇത് നല്ല കേസ് ഉണ്ട് കേസ്, അതെന്ത് ചെയ്താലും മാറാൻ ചാൻസ് കുറവാണ്. സൈക്കിൾ ട്യൂബൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മാറുമായിരിക്കും. ക്ലച്ച് പിടിക്കുമ്പോൾ വണ്ടി ഓഫാകുന്ന ഇഷ്യൂ ഇടയ്ക്കിടയ്ക്കല്ല. ഞാൻ ഇപ്പോൾ എടുത്തപ്പോൾ തന്നെ 2 പ്രാവശ്യം ഓഫായി. ഒരു പ്രാവശ്യം ഓഫാകുന്ന നേരത്ത് ഞാൻ ഫുള്ള് ക്ലച്ച് വിട്ട് ആക്സിലേറ്റർ കൊടുത്തോണ്ട് അത് ഓഫായില്ല. പിന്നെ ഇതിന് വേറൊരു കാര്യമുണ്ട്, വണ്ടി ജസ്റ്റ് ഒരു ചെറിയൊരു ആക്സിഡൻ്റ് ആയിരുന്നു, ഒന്ന് ചരിഞ്ഞ് വീണായിരുന്നു. അപ്പോൾ വണ്ടി ഫുൾ ഇൻഷുറൻസ് ഒക്കെ ഉള്ള വണ്ടിയാണ്. അപ്പോൾ അവർ തന്നെ അവരെ വണ്ടിയിൽ പിക്കപ്പിലേക്ക് വന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയി. എന്നിട്ട് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 72,000 രൂപ 75,000 രൂപയുടെ എസ്റ്റിമേറ്റ് ഇട്ടെടുത്തു. ഇതിന് പറ്റിയ ഡാമേജ് എന്ന് വെച്ചാൽ ഈ ഇടത് സൈഡിൽ ഹാൻഡിൽ ബെൻഡായിരുന്നു, പിന്നെ ഇതിലൊരു ചെറിയ സ്ക്രാച്ച്, ഇതിലൊരു ചെറിയ സ്ക്രാച്ച്. അപ്പോൾ 10,500 രൂപ അവളെന്നാണ് വണ്ടി കൊടുത്തു വിട്ടത്. അമ്മ 70,000 രൂപ എസ്റ്റിമേറ്റ് ഇട്ടിട്ട് വണ്ടി 40,000 രൂപയ്ക്ക് പണിതു. സ്റ്റമ്പ് സഹിതം വണ്ടിയിൽ മാറി. അതൊക്കെ ചിലപ്പോൾ പുതിയ വണ്ടിയായിട്ട് മൊത്തത്തിൽ മാറത്തരും, ക്ലെയിം കിട്ടുന്ന കാര്യമല്ലേ. എങ്കിലും അവന്മാർ അടിച്ചു കൊടുത്ത ബില്ല് 6,000 രൂപയാണ്. പിന്നെ അവിടെ ചെന്ന് വഴക്കൊക്കെ ഉണ്ടാക്കിയത് കൊണ്ട് അവന്മാരത് മാറ്റി 2,000 രൂപയ്ക്ക് കൊടുത്തു. അപ്പോൾ സർവീസൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലാക്കാൻ വളരെ മോശമാണ്. പിന്നെ ഈ ഒരു വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് സ്പീഡിന് അവനൊരു ഫൈനും അടച്ചു കൊടുത്തിട്ടുണ്ട് 1,500. എത്ര കിലോമീറ്റർ അവന്മാർ ഓടിച്ചാൽ? അത് എത്ര കിലോമീറ്റർ പോയി? 85 90 അങ്ങോട്ട് വെച്ചിട്ട് ചോദിച്ചപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് പഠിക്കാൻ പോയെന്നാണ് പറഞ്ഞത്. ഒരു വണ്ടി ശരിയാക്കാൻ ടെസ്റ്റ് ഡ്രൈവ് പഠിക്കാൻ കൂടിപ്പോയാൽ 10-12 കിലോമീറ്റർ ഓടും. ഇത് ഇത് അവന്മാരാണ് ഓടിച്ചത്, വേറെ ആളാണ് ഓടിച്ചത്. അപ്പോൾ ഈ വണ്ടിക്ക് അതിനു മുമ്പ് ഒരു പെറ്റിയോലില്ലായിരുന്ന വണ്ടിയാണ്. അവന്മാർ കംപ്ലൈൻ്റ് ആയിട്ട് ശരിയാക്കാൻ കൊടുത്ത വണ്ടിയാണ്. ഇപ്പോൾ ശരിയാക്കിയാലും ടെസ്റ്റ് ഡ്രൈവ് അടിക്കും, ടെസ്റ്റ് ഡ്രൈവ് അല്ല, എല്ലാം മാറിയൊന്ന് ഓടിച്ച് നോക്കിയാലും ഒരു 10 കിലോമീറ്ററൊക്കെ ഓടിച്ച് നോക്കിയാൽ കുഴപ്പമില്ല. ഇതിപ്പോൾ ചടയമംഗലം വരെയൊക്കെ ഓടിച്ച് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഒന്ന് ആലോചിച്ച് നോക്കാം. കിളിമാനും ചടയമംഗലം എത്ര കിലോമീറ്റർ എന്ന് ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ മതി. അത്രയും ദൂരം ഓടിച്ച് നോക്കിയാൽ കംപ്ലൈൻറ്റ് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് പണിയാൻ കയറ്റിയ വണ്ടിയാണ് അവന്മാരുടെ അടുത്ത് അവന്മാരുടെ ഇഷ്ടത്തിന് ഓടിച്ചിട്ട് പെറ്റി അടിച്ചത്. ആദ്യം ചോദിച്ചപ്പോൾ അവന്മാർ സമ്മതിച്ച പോലും ഇല്ല. പിന്നെ ഫോട്ടോ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവന്മാർക്ക് എന്തായാലും പെറ്റി അടയ്ക്കണം. ആ പൈസയൊക്കെ കൊടുത്ത് റീഫണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഷോറൂമിലെ കാര്യമൊക്കെ നിങ്ങൾക്ക് ഏകദേശം റോയൽ എൻഫീൽഡിൻ്റെ മനസ്സിലേക്ക് കാണുമല്ലോ. വണ്ടി കൊണ്ടുവന്നിടത്തും ഇതിലൊരു ഹാഫ് ടാങ്ക് ആയിട്ടായിരിക്കും വണ്ടി എപ്പോഴും അവൻ കൊണ്ട് കൊടുക്കുന്നത്. തിരിച്ച് വരുമ്പോഴത്തേക്ക് റിസർവിൽ 100-120 കിലോമീറ്റർ ഓടിയിട്ടായിരിക്കും കൊണ്ടുവരുന്നത്. എനിക്ക് തോന്നുന്നു വണ്ടി കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവന്മാരോട് വെച്ചിട്ട് അവന്മാർ ആവശ്യത്തിനൊക്കെ ഈ വണ്ടി ഇടയ്ക്ക് എടുത്ത് ഓടുന്നതെന്ന്. ഇത് അവന്മാരെ ഷോറൂമിൻ്റെ സ്വന്തം ഓട്ടത്തിനുള്ള വണ്ടിയാണ് ഇതെന്തായാലും. അപ്പോൾ ഇതിൻ്റെ ഓണർ പറയുന്നതെന്ന് വെച്ചാൽ കിലോമീറ്റർ മാറിയതും ഫൈൻ അടച്ചതും പെട്രോൾ തീർത്തതും തമ്മിലുള്ള പ്രശ്നമല്ല. പക്ഷേ 500 കിലോമീറ്റർ തുടങ്ങിയ ആ പ്രശ്നം ഇതുവരെ അവന്മാർ ശരിയാക്കി കൊടുത്തിട്ടില്ല. അത് മാത്രമാണ് ഇവന് ഉള്ള ഒരു വിഷമം. അതെന്തായാലും ഇനിയിപ്പോൾ ശരിയാക്കാനും പോകുന്നില്ലെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ എനിക്ക് പറ്റുന്നതിലൊക്കെ സിൻസിയറായിട്ട് ഈ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അഭിപ്രായം കാലൊക്കെ കമൻസിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്ക് ഡൗട്ട് കാലൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ കമൻസിലൂടെ എൻ്റെ ഇൻസ്റ്റൈഡിൽ കൂടെ കോൺടാക്ട് ചെയ്യുന്നതാണ്. എൻ്റെ ഇൻസ്റ്റൈഡ് ലിങ്കുകളൊക്കെ എൻ്റെ അക്കൗണ്ട് ബയോ തന്നെ എടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കണം, കണ്ടിട്ട് അതിനൊക്കെ ഇറങ്ങി പോകരുത്. ഇതുപോലെ കൂടുതൽ കണ്ടൻസായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. ഷെയർ ചെയ്യാനൊന്നും ഞാൻ ആർക്കും പറയുന്നില്ല, ജസ്റ്റ് ലൈക്ക് സബ്സ്ക്രൈബ്. പറ്റുമെങ്കിൽ എൻ്റെ ഇൻസ്റ്റ ഐ ഡി കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്ക്. ലിങ്കിൻ്റെ കാര്യമൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ. നമുക്ക് ഈ വണ്ടി ഇനി തിരിച്ച് കൊണ്ട് ഇതിൻ്റെ വീട്ടിലോട്ട് വയ്ക്കാം.